നമ്മുടെ അടുത്തേക്ക് ഇന്ന് വർക്കിന് വന്നിരിക്കുന്നത് ടൊയോട്ട എത്തിയോസ് ആണ്. ഈ വണ്ടിയുടെ കംപ്ലയിൻറ്റ് എങ്ങനെയാണെന്ന് വെച്ചാൽ നല്ല രീതിയിൽ ലോങ് സെൽഫാണ്. നല്ല രീതിയിൽ നീട്ടിയടിച്ചാലേ വണ്ടി സ്റ്റാർട്ട് ആവുകയുള്ളൂ. ഇങ്ങനെ സ്റ്റാർട്ടായി കഴിഞ്ഞാലും കുറച്ച് ലോങ് കൂടുമ്പോൾ ചിലപ്പം വണ്ടി റണ്ണിങ്ങിലൊക്കെ അത്യാവശ്യം റോഡിൽ കൊടുത്തു കയറ്റുമ്പോൾ വണ്ടി ഓഫായി പോകാറുണ്ട്. ഇങ്ങനെയാണ് കംപ്ലയിൻ്റ് ഉള്ളത്. അപ്പോൾ നമ്മൾ ചെക്ക് ചെയ്ത് നോക്കിയപ്പോൾ 4ാമത്തെ ഇഞ്ചക്ടറിനാണ് കംപ്ലയിൻറ്റ് കണ്ടിട്ടുള്ളത്. അതായത് ഇഞ്ചക്ടറിൻ്റെ റിട്ടേണിലൂടെ ഓവറായിട്ട് ഡീസൽ പുറത്തേക്ക് പോകുന്നതാണ് പ്രശ്നം. അപ്പം നമ്മൾ ബാക്കി 3 ഇഞ്ചക്ടറിൻ്റെയും റിട്ടേൺ ഊരി വെച്ചിട്ടുണ്ട്. അപ്പം നിങ്ങൾക്ക് വേണ്ടി സ്റ്റാർട്ട് ചെയ്തിട്ട് കാണിച്ചു തരാം ബാക്കി ഇഞ്ചക്ടറിലെ റിട്ടേൺ ഫ്ലോ എത്രത്തോളം ഉണ്ടെന്നുള്ളത്. ഇത് സ്റ്റാർട്ടായിട്ടുണ്ട്. ഈ ബാക്കി 3 ഇഞ്ചക്ടറിൽ റിട്ടേണിലൂടെ കുറച്ച് ഡ്രോപ്പായിട്ടാണ് പോകുന്നത്. പക്ഷേ 4ാമത്തെ ഇഞ്ചക്ടറിലാണ് നല്ല രീതിയിൽ ഡീസൽ പുറത്തേക്ക് പോകുന്നത്. ഇങ്ങനെ ഡീസൽ പുറത്തേക്ക് പോയാൽ തന്നെ ഉള്ളിലേക്ക് ആവശ്യമുള്ള പ്രഷറിൽ ഡീസൽ കിട്ടില്ല. അങ്ങനെയാകുമ്പോൾ നല്ല ലോങ് സെൽഫാണ് ഉണ്ടാവുക. ഇപ്പോൾ തന്നെ നമ്മൾ 4ാമത്തെ ഇഞ്ചക്ടർ അയച്ച് സർവീസ് ചെയ്ത് ഫിറ്റ് ചെയ്തിട്ടുണ്ട്. എന്നിട്ട് റിട്ടേണിലൂടെയുള്ള ഇപ്പം ഡീസൽ പുറത്തേക്ക് വരുന്നതാണ് നിങ്ങൾ കാണുന്നത്.